നമസ്തേ. റിപ്പോർട്ടർ ടിവിയിലെ മാധ്യമപ്രവർത്തകൻ റയീസ് തീവ്രവാദിയാണോ എന്നറിയില്ല, അങ്ങനെ കരുതുന്നുമില്ല. പക്ഷെ അയാൾ ഒരു മുൻ MSF നേതാവാണ്. ഏത് MSF? മതമാണ് പ്രശ്നം, മതം മാത്രമാണ് പ്രശ്നമെന്ന് തുറന്നു പറഞ്ഞ ലീഗുകാരുടെ സ്വന്തം MSF. ഏതു നേരവും വർഗീയത മാത്രം പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ റിപ്പോർട്ടറും കൂടിയായിരുന്നു ടിയാൻ. ഈ മാന്യദേഹമാണ് പന്തളത്ത് നടന്ന ശബരിമല വിശ്വാസി ധർണയ്ക്ക് സ്ത്രീകൾക്ക് വിതരണം ചെയ്ത ഭക്ഷണപ്പൊതിയിൽ ചിക്കൻ ബിരിയാണി ഉണ്ടോ എന്ന് പരിഹസിച്ചത്. ശിവഗിരി സമ്മേളനം കഴിഞ്ഞു വന്ന പത്രക്കാരെ കണ്ട വെള്ളാപ്പള്ളിയോട് താങ്കൾ ഒരു തീവ്രവാദിയാണോ എന്ന ചോദ്യം അങ്ങോട്ട് ചോദിച്ച് പ്രകോപിപ്പിച്ചത് ഈ മാധ്യമ പ്രവർത്തകൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വർഗീയവാദി എന്ന് പ്രതിപാദിച്ച ഒരുത്തനെ തിരികെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് ഇത്ര വലിയ കുറ്റമാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. കൊക്കിലെ ശ്വാസം നിലയ്ക്കുന്നതുവരെ മതത്തിനു വേണ്ടി പോരാടുമെന്നും ഭരണത്തിലെത്തിയാൽ കഴിഞ്ഞ 10 വർഷം അധികാരമില്ലാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റാതെ പോയ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുക്കുമെന്നും പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മലപ്പുറം ജില്ലയിലെ ബഹുഭൂരിപക്ഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നതെന്നറിയുമ്പോൾ സ്വാഭാവികമായും ഇതര സമുദായ നേതാക്കൾ വിമർശനം ഉന്നയിക്കും. ET മുഹമ്മദ് ബഷീറും നാലകത്ത് സൂപ്പിയും മുഹമ്മദ് റബ്ബുമൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന UDF ഭരണത്തിന്റെ ബാക്കിപത്രമാണ് മലബാറിലെ ഈ സമ്പൂർണ്ണ മുസ്ലിം ലീഗ് ആധിപത്യമെന്നും പെരിന്തൽമണ്ണയിലെ ഒരു SNDP സ്കൂളല്ലാതെ മറ്റൊന്നും ഈഴവ സമുദായത്തിന് ഇല്ല എന്നുമാണ് വെള്ളാപ്പള്ളി പറയുന്നത്. നിലവിൽ ഒരു ജില്ലയ്ക്ക് ആവശ്യമുള്ളതൊക്കെ അനുവദിക്കപ്പെട്ടു കഴിഞ്ഞതിനാൽ ഇനി ഇടതുപക്ഷം വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും പരിതപിക്കുന്നു. അല്ലെങ്കിലും എയ്ഡഡ് സ്കൂളുകൾ അങ്ങനെ വെറുതെ അനുവദിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ലീഗ് മേധാവിത്വമുള്ള ഒരു UDF സർക്കാർ വരാൻ പോകുന്നു എന്ന ഭയം കൊണ്ടായിരിക്കാം വെള്ളാപ്പള്ളി ഇങ്ങനെ തുടർച്ചയായി വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. മതമാണ് പ്രശ്നം, മതം മാത്രമാണ് പ്രശ്നം എന്നൊക്കെ പരസ്യമായി തന്നെ പറഞ്ഞ് തിരഞ്ഞെടുപ്പിനെ നേരിടുകയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ജില്ല മുഴുവൻ അവർ ഏകപക്ഷീയമായി ജയിക്കുകയും ചെയ്യുമ്പോൾ 30% വരുന്ന ഇതര മനുഷ്യരുടെ ആകുലതകൾ ആരെങ്കിലുമൊക്കെ വിളിച്ചു പറയണ്ടേ? അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി മറ്റാർക്കും ധൈര്യമില്ലാത്ത ചില അപ്രിയ സത്യങ്ങൾ അദ്ദേഹം സധൈര്യം തുറന്നു പറയുന്നു എന്ന വസ്തുത നമ്മൾ കാണാതെ പോകരുത്. വളഞ്ഞിട്ട് ആക്രമിക്കുന്നതും ഒറ്റപ്പെടുത്താൻ നോക്കുന്നതുമൊക്കെ ഈ തുറന്നു പറച്ചിലുകൾ നിർത്തിക്കാനും മറ്റാരും ഇത് ഏറ്റുപിടിക്കാതിരിക്കാനും വേണ്ടിയാണ്. ലീഗ് എന്നത് UDF പറയുന്നത് പോലെ ഒരു വെള്ളരിപ്രാവല്ല. മലബാർ ഹിന്ദു വംശഹത്യ നായകനായ ബാലൻകുന്നന്റെ പേര് സ്വന്തം നഗരസഭയ്ക്കിട്ട, മാറാട് കേസ് ഇസ്ലാമിക തീവ്രവാദികൾക്ക് വേണ്ടി അട്ടിമറിച്ച, അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞ, മതം മാറാത്തത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളെ വരെ വ്യഭിചാരി എന്ന് വിളിച്ച, തട്ടവിടാത്ത സ്ത്രീകളെയൊക്കെ ദുർനടപ്പുകാരെന്ന് പറഞ്ഞ മതമൗലികവാദികൾ തന്നെയാണ് അവർ. അബ്ദുൾ റഹ്മാൻ കല്ലായി, ഉമ്മർ മുക്കം ഫൈസി, മുഹമ്മദ് ബാലുശ്ശേരി, സിംസാറുൽ ഹുദബി, MM അക്ബർ, സത്താർ പന്തല്ലൂർ തുടങ്ങിയ നേതാക്കളുടെ വിദ്വേഷ പ്രസംഗങ്ങളൊന്നും കാണാതെ വെള്ളാപ്പള്ളിയെ മാത്രം കരിയോയിലൊഴിക്കാൻ ഇറങ്ങിയിരിക്കുന്ന യൂത്ത് കോൺഗ്രസുകാരും ന്യായം പഠിപ്പിക്കാൻ നടക്കുന്ന DYFക്കാരും യഥാർത്ഥ വസ്തുതകൾ പഠിക്കാൻ കൂടി തയ്യാറാകണം. അതിന് പിന്നീട് വരുന്ന ചെറുത്തുനിൽപ്പുകൾ താങ്ങാനുള്ള ശേഷി ഉണ്ടാകണം ഊത്തന്മാർക്ക്. കേരളത്തിലെ കാലങ്ങളായ തിരഞ്ഞെടുപ്പ് രീതി അതിശക്തമായ ന്യൂനപക്ഷ വോട്ട് ഏകീകരണവും ശിഥിലമായ ഭൂരിപക്ഷ വോട്ടുകളുമാണ്. അവരിൽ ഒരു 65-70% വരുന്ന ഹൈന്ദവ വിശ്വാസികൾ ഇതേ രീതിയിൽ നിലപാടെടുത്താൽ ഏറ്റവും കുറഞ്ഞത് ഒരു 90-100 മണ്ഡലങ്ങളിലെങ്കിലും അവർക്ക് വിജയം നേടാൻ കഴിയുമെന്നത് മറക്കരുത്. ഏതൊക്കെ ജനസംഖ്യ കണക്കുകൾ വെച്ച് വ്യാഖ്യാനിച്ചാലും അങ്ങനെ തന്നെയാണ് നിലവിലെ മണ്ഡലങ്ങളുടെ ഘടന.